ഇന്ന് നമ്മുടെ ജിനോ ചേട്ടൻ്റെയും അച്ചു ചേച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വലുതായിട്ടൊന്നുമല്ല, ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള കുഞ്ഞു സർപ്രൈസ്. അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പൊ വരി, നമുക്കൊരു കേക്ക് കട്ട് ചെയ്യാം. വരി വരി വരി. കേക്ക് വാങ്ങിച്ചാ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കുഞ്ഞു കേക്ക് കട്ടിങ് ആയതുകൊണ്ട് ഒരു സ്നേഹച്ചുമ്പത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബ്രോ. താങ്ക് യു സോ മച്ച്. Happy birthday to you. Happy birthday to you. Thank you. ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇന്ന് 8 ഇയേഴ്സ് ആകുകയാണ്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ആയിരുന്നേ ഇവർ ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇപ്പോഴല്ലേ കമ്പനി ആയത്. ഈ ഒരു നിമിഷം അവർ നമ്മളോട് പറഞ്ഞ ഒരു വാക്കാണ്, അവർക്ക് വേണ്ടി ആരും ഇതുവരെ ഇങ്ങനെ ഒരു സർപ്രൈസ്, ഒരു കേക്കോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഞങ്ങൾ ഇത്രയും കമ്പനി ആവാൻ കാരണം എന്തെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് രണ്ട് ഫാമിലിക്കും ഈ നിമിഷം വരെ അറിഞ്ഞൂടാ കേട്ടോ. നമ്മളോടൊപ്പം ചേരേണ്ട ആൾക്കാരെ ദൈവം തക്ക സമയത്ത് ചേർക്കുമല്ലേ, അതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണോ, നമ്മൾ എന്തൊക്കെ അനുഭവിക്കണോ, അതെല്ലാം നമ്മുടെ കർത്താവിന് അറിയാം. അതെല്ലാം തക്ക സമയം നമുക്ക് തരും. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. അവർ ഈ കേക്ക് കൊണ്ടുതന്നെ വളരെ സന്തോഷിതരായിരുന്നേ. പക്ഷെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയാകത്തില്ലല്ലോ. അങ്ങനെ ഇതും പോയിട്ട് ഞങ്ങൾ വേറൊരു കുഞ്ഞു ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. കേക്ക് തന്നെ ഓക്കെ എന്ന് പറഞ്ഞാണ് അവർ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ് മാറി, അത് ഇത് ഇതിനോട് അത് അച്ചുണ്ടാണ്. അപ്പൊ നമ്മൾ മാത്രം കൊടുത്താൽ പോരല്ലോ അല്ലേ. അച്ചുചേച്ചി നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ വാങ്ങിക്കൊടുക്കണമെന്ന്. അങ്ങനെ അതും ഒപ്പിച്ചതാ കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷം രണ്ടുപേർക്ക് കരയണോ ചിരിക്കണോ എന്ന് അറിഞ്ഞൂടാത്ത അവസ്ഥയിലായിരുന്നു നിന്നിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ച് സൈഡ് വന്നിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് കുറച്ച് ടോയ്സും കൂടെ വാങ്ങാന്നുള്ള പ്ലാനിൽ തൈ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാലേ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് തോന്നിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. ഒരു ക്യാമറയ്ക്കകത്തൂടെ ലൈറ്റ് ഫ്ലാഷ് വരുന്നതിന്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. ഇതൊരു വെറൈറ്റി